അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 14-ാം സങ്കീർത്തനം 2-ാം വാക്യം നമുക്ക് വായിക്കാം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. വളരെ പ്രതീക്ഷയോടെയാണ് യഹോവ ആദാമിനെ ഏദൻ തോട്ടത്തിൽ ഉണ്ടാക്കിയത്. ആദാമിനെ സൃഷ്ടിച്ചതിന് ശേഷം എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഹവ്വായെ ദൈവം സൃഷ്ടിച്ചതെന്ന് നമുക്കറിയില്ല. ആദാമിനു വേണ്ടി മനോഹരമായ ഏദൻ തോട്ടം ദൈവം ഉണ്ടാക്കി. ഭക്ഷണത്തിനായി ഫലവൃക്ഷങ്ങൾ ഉണ്ടാക്കി, മൃഗങ്ങളെയും പറവകളെയും മത്സ്യങ്ങളെയും ഉണ്ടാക്കി. എല്ലാ കാര്യത്തിലും ആദാമിന് സന്തോഷിക്കുവാൻ വകയുണ്ടായിരുന്നു. എല്ലാ ദിവസത്തിൻ്റെയും നല്ല പ്രഭാതത്തിൽ ദൈവം ആദാമിനെ കാണുവാൻ വരുമായിരുന്നു. ദൈവം തോട്ടത്തിൽ വരുന്ന സമയം ദൈവത്തെ എതിരേൽക്കുവാൻ ആദാമും ഹവ്വായും ഒന്നിച്ച് ചെല്ലുമായിരുന്നു. ആദാം ഹവ്വ ദമ്പതിമാരുടെ കൂടെ ദൈവം അവരോടൊപ്പം സന്തോഷിക്കുമായിരുന്നു. എന്നാൽ സാഹചര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. ഹവ്വ റൂട്ട് മാറി ഓടി ആദാമിനെയും തൻ്റെ വഴിയിൽ എത്തിച്ചു. തോട്ടത്തിൻ്റെ നടുവിൽ ദൈവം 2 ഫലവൃക്ഷം മുളപ്പിച്ചിരുന്നു. ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷവുമായിരുന്നു അത്. തോട്ടത്തിലെ സകല വൃക്ഷഫലവും നിങ്ങൾക്ക് തിന്നാം, നന്മതിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷഫലം മാത്രം തിന്നരുതെന്ന് യഹോവ കൽപ്പിച്ചപ്പോൾ അതിനർത്ഥം ജീവവൃക്ഷഫലം അവർക്ക് തിന്നാം എന്നാണ്. ജീവവൃക്ഷഫലം അവർ തിന്നിരുന്നെങ്കിൽ നിശ്ചയമായും നന്മതിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷം കർത്താവ് നശിപ്പിച്ച് കളയുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവവൃക്ഷഫലം തിന്നുവാൻ സർപ്പം ഹവ്വായെ ഓർമ്മിപ്പിച്ചില്ല. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ച് ദൈവകൽപ്പന ലംഘിക്കുവാൻ വശീകരിച്ചു. അതിന് പ്രകാരം ഹവ്വായും ആദാമും നന്മതിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷഫലം തിന്നു. ഉടനെ അവർ ഇരുവരുടെയും കണ്ണ് തുറന്നു. തങ്ങൾ നഗ്നരാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. ദൈവം പതിവ് പോലെ അന്നും ഏദൻ തോട്ടത്തിൽ വന്നു. മറ്റു ദിവസത്തെ പോലെ അല്ലായിരുന്നു ആദാമിനും ഹവ്വായ്ക്കും ആ ദിവസം. ഇന്ന് ദൈവത്തെ നേരിടുവാൻ കഴിയാതെ അവർ ഒളിക്കുന്നു. സ്നേഹവാനായ ദൈവം ആദാമേ നീ എവിടെയെന്ന് ആദാമിനെ വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ആദാമിനെ യഹോവയെ കാണുവാൻ കഴിയുമായിരുന്നില്ല. കാരണം ആദാം ചെയ്ത ലംഘനം ദൈവത്തെയും ആദാമിനെയും തമ്മിൽ വേർതിരിച്ചു. എന്നാൽ നീതിമാനായ ദൈവം മനുഷ്യനോട് കരുണ കാണിച്ച് തൻ്റെ ഓമന പുത്രനെ യാഗമാക്കുവാൻ ഭൂമിയിലേക്ക് അയച്ചു. മനുഷ്യവർഗത്തിൻ്റെ പാപവും അതിൻ്റെ പരിണതഫലമായി ഉണ്ടായ ശാപവും യേശുവിൻ്റെ മേൽ ചുമത്തി. യേശു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മഹാപാപപരിഹാരയാഗമായി തീർന്നുകൊണ്ട് തൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് പാപമോചനം ലഭിച്ചു. യേശുവിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നുകൊണ്ട് നമ്മെ ദൈവമക്കളാക്കി തീർത്തു. ഇനി നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ദൈവമുഖം അന്വേഷിക്കുക എന്നത് മാത്രമാണത്. നമുക്കെങ്ങനെ ദൈവമുഖം അന്വേഷിക്കുവാൻ കഴിയും, അഥവാ ദൈവത്തെ അന്വേഷിക്കുവാൻ സാധിക്കും? ആമോസിൻ്റെ പുസ്തകം 5-ാം അധ്യായം 14-ാം വാക്യത്തിലും 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിലും അതിൻ്റെ മറുപടി കാണുവാൻ കഴിയും. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിൻ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കും. ആമോസിൻ്റെ പുസ്തകം 5-ാം അധ്യായം 14-ാം വാക്യമാണ് നാം ഇപ്പോൾ കേട്ടത്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യമാണ് നാം കേട്ടത്. ആമോസിൻ്റെ പുസ്തകം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ തിന്മ ചെയ്യാതെ നന്മ ചെയ്യണം എന്നും 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ തന്നെത്താൻ താഴ്ത്തി ദുർമാർഗങ്ങൾ വിട്ടുതിരിഞ്ഞ് പ്രാർത്ഥിക്കണമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണെന്ന് വിശ്വസിച്ച് നാം നമ്മുടെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും യേശുവിന് നമ്മെ നിയന്ത്രിക്കുവാനും നമ്മെ കർത്തൃത്വം ചെയ്യുവാനും നാം അനുവദിക്കുകയും ചെയ്യുമെങ്കിൽ, അഥവാ യേശുവിൻ്റെ കൽപ്പനകൾ നാം അനുസരിച്ച് ജീവിക്കുമെങ്കിൽ നമുക്ക് ദൈവമുഖം കാണുവാൻ കഴിയും. എന്നാൽ മാത്രമേ
ദൈവവഴിയിൽ നടക്കുവാനും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ. ദൈവത്താൽ ബോഷത്വമാക്കപ്പെട്ട ജ്ഞാനത്തിന് ദൈവത്തെ അന്വേഷിക്കുവാനോ പ്രസാദിപ്പിക്കുവാനോ ഉള്ള കഴിവില്ല. ലോകജ്ഞാനം ജഡത്തെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിലാണ്. നാം നമ്മുടെ ജഡമോഹങ്ങളെ ദൈവാത്മശക്തിയാൽ കീഴടക്കിയാൽ മാത്രമേ ദൈവകൽപ്പനകൾ അനുസരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നാം രക്ഷിക്കപ്പെടുവാൻ ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടത് അത്യാവശ്യമാണെന്ന്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കൊമ്പുകൾക്ക് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുവാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് എന്നിൽ വസിക്കാതെ ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് സവിസ്തരം പ്രസ്താവിച്ചിരിക്കുന്നു. തിന്മ ചെയ്യാതെ നന്മ ചെയ്യുകയും ദുർമാർഗങ്ങൾ അഥവാ ദൈവം ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ ഉപേക്ഷിച്ച് തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്കുള്ള വാഗ്ദാനമാണ് കർത്താവ് അവരോടുകൂടെ വസിക്കും എന്നുള്ളത്. അവർക്ക് പാപക്ഷമയും സൗഖ്യവും കർത്താവായ യേശു ക്രിസ്തു നൽകുകയും ചെയ്യും. അതും കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. അവൻ്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവനെ അവൻ കടാക്ഷിക്കും എന്ന് യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമുക്ക് പ്രാണൻ തന്ന ആകാശത്തിലെ പക്ഷികളെക്കാളും വനത്തിലെ മൃഗങ്ങളെക്കാളും നമ്മെ ജ്ഞാനികളാക്കി തീർത്ത നമ്മുടെ വീണ്ടെടുപ്പുകാരനെ സന്തോഷിപ്പിക്കുകയും അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് അവനെ സ്നേഹിക്കുകയും ചെയ്യാം. കാര്യങ്ങളെല്ലാം പിടിവിട്ടു പോകുന്ന കാലത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യൻ്റെ സമ്പത്തിനോ ജ്ഞാനത്തിനോ മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ നമ്മെ താങ്ങുവാനും കരുതുവാനും കഴിവുള്ള കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം. അവൻ നമുക്കായി കരുതുന്നു. ആകയാൽ നമ്മുടെ സകല ചിന്താകളും അവൻ്റെ മേൽ നമുക്ക് വയ്ക്കാം. നാം ആരോടും കയ്പായിരിക്കുന്നില്ല എന്നും നമ്മുടെ കർത്താവ് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രസാദിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തി അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സ്വസ്ഥതയില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സ്വസ്ഥത കൊടുക്കണമേ. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജ്യോതിഷികളെപ്പോലെ തിളങ്ങുവാനും നിത്യജീവനാവകാശികളായി തീരുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് സ്ഥലവും വീടും കൊടുത്ത് സഹായിക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.